വലിയ ബാനറൊക്കെ ഉയർത്തിയ എസ്.എഫ്.ഐയുടെ പ്രതിഷേധമാണ്. സിപ്പി വെട്ടിയ നാടാണ് എന്നൊക്കെയാണ് അവരുടെ മുദ്രാവാക്യം. ഇതൊക്കെ ഗവർണർ കണ്ടാൽ ഉണ്ടാകാവുന്ന പ്രകോപനം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലാണ് തോന്നുന്നു. മിസ്റ്റർ ചാൻസലർ ഡോണ്ട് സ്പിറ്റ് പോയിസൺ ആൻഡ് പൻപരാഗ് ഓൺ യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ പറയുന്ന വലിയ ബാനർ ഉയർത്തിക്കൊണ്ട് എസ്.എഫ്.ഐയുടെ പ്രതിഷേധം ഉയരുകയാണ്. ഇവിടെ പ്രേക്ഷകരുടെ കമൻ്റ് ഒന്നും വായിക്കാൻ കഴിഞ്ഞില്ല ഇന്ന്, ക്ഷമിക്കണം. ഇവിടെ സുകുമാരൻ കെ പറയുകയാണ്, കേരള ഗവർണർ തെരുവിലൂടെ കാൽനടയെ നടന്ന നവകേരള യാത്ര നടത്തിയത് കേരളമുഖ്യം കണ്ടുപിടിക്കട്ടെ എന്ന് പറയുന്നു. എന്തുകൊണ്ട് ഗവർണർക്ക് അനുകൂലമായും പ്രതികൂലമായും കഴിവുള്ള കുട്ടികളെ സർവകലാശാല കണ്ടെത്തി അതിന്മേലെ ഗവർണർ എന്ത് യോഗ്യതയാണ് ABVP വിദ്യാർത്ഥികൾ കണ്ടെന്ന് വേറൊരു പക്ഷം ചോദിക്കുന്നുണ്ട്. വേറൊരു പക്ഷം താഴെ പറയുന്നുണ്ട്, എന്തായിരുന്നു മലബാറിലുള്ളവർ സ്നേഹസമ്പന്നരും സമാധാനപ്രിയരും സൽക്കാരപ്രിയരുമാണ് എന്ന് ഈ വീഡിയോ കാണിക്കുന്നു എന്ന് പറയുന്നു. മിഠായി തെരുവിനെ ഓർമ്മിച്ചുകൊണ്ട് ഷൈനി ചിത്ര ഇക്കാര്യത്തിൽ കോൺഗ്രസിന് സ്നോ നിലപാടാണ് ആഷ്മി, അതറിയില്ലേ? വൈദവേ പന്തളം NSS കോളേജിൽ SFI ബാനർ ഉയർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഗവർണർക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും SFIക്ക് അനുകൂലം പ്രതികൂലമൊക്കെ വലിയ പ്രേക്ഷകർ കമന്റ് ബോക്സിലുണ്ട്. അത് സ്വാഭാവികമാണ്. ഗസ്റ്റ് ഹൗസിന് മുന്നിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് ചേരുകയാണ്. 3:30-ക്കാണ് സെമിനാറിനായി ഗവർണർ അങ്ങോട്ടേക്ക് എത്തുക. അഭിജിത്ത്, ഇപ്പോൾ ഗസ്റ്റ് ഹൗസിലെ ഗവർണർ മിഠായി തെരുവ് യാത്ര കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ വിശ്രമത്തിലാണ് അവിടെ ഉള്ളത്. അഷ്മി, നിലവിൽ ഗസ്റ്റ് ഹൗസിലാണ് ഗവർണർ ഉള്ളത്. ഏതാണ്ട് 3:30 മണിയോടുകൂടിയാണ് അദ്ദേഹം സെമിനാർ നടക്കുന്ന വേദിയിലേക്ക് എത്തുക. ഞാനിപ്പോഴുള്ളത് ഈ സെമിനാർ നടക്കുന്ന വേദിക്ക് മുൻവശത്താണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സനാതന ധർമ്മപീഠവും ഒപ്പം ഭാരതീയ വിചാര കേന്ദ്രവും ചേർന്നാണ് ഇത്തരത്തിൽ ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന പേരിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിനായാണ് ചാൻസലർ കൂടിയായ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടേക്ക് എത്തുകയും ചെയ്തത്. EMS സെമിനാർ കോംപ്ലക്സിൽ നടക്കുന്ന ഈ സെമിനാറിലേക്ക് നിലവിൽ പാസ് മുഖേനയാണ് ആൾക്കാരെ കയറ്റിവിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു 200-നും 300-നും ഇടയിലുള്ള ആൾക്കാർക്കാണ് ഈ സെമിനാർ കാണുന്നതിനായുള്ള അവസരം ഉണ്ടാവുക. പക്ഷേ അതിൽ കവിഞ്ഞുള്ള ആൾക്കാർ ഈ ഒരു കോംപ്ലക്സിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളത് കൂടി ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ സെമിനാറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുമോ എന്നുള്ളതാണ്. നേരത്തെ ഈ ഗവർണർ കോഴിക്കോടേക്ക് പോയ സമയത്ത് SFIയുടെ ഒരു പ്രഖ്യാപനം വന്നത് ഗവർണറെ തിരിച്ച് ക്യാമ്പസിലേക്ക് കാല് കുത്തിക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഗവർണർ വരുന്ന സമയത്ത് ആ രീതിയിലുള്ള ഒരു പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നോ, മുൻകൂട്ടി AISF ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചിരുന്നു, അവരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. അതിനാൽ തന്നെ ഏത് രീതിയിലാണ് SFI ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സെമിനാർ നടക്കുന്നതിനിടയിൽ ഈ ഒരു ഹാളിനകത്ത് വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള സാധ്യത വിരളമാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇത്തരത്തിൽ പാസ് മുഖേനയാണ് ആൾക്കാരെ കയറ്റിവിടുന്നത്. മാത്രമല്ല നിരവധി ഏതാണ്ട് രാവിലെ പറഞ്ഞതുപോലെ തന്നെ 1000-ലധികം പോലീസുകാരുടെ ഒരു സുരക്ഷ ഈ സർവകലാശാലയ്ക്ക് പരിസരങ്ങളിൽ, സർവകലാശാലയ്ക്കകത്ത്, സെമിനാർ നടക്കുന്ന ഹാളിനകത്തൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൂചന ലഭിക്കുകയാണെങ്കിൽ വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾ പോലീസ് മുൻകരുതലായി തന്നെ സ്വീകരിച്ചിട്ടുമുണ്ട്. മറ്റൊന്ന്, ഈ SFIയുടെ പ്രതിഷേധം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ഇടങ്ങളിലായാണ് SFI നേരത്തെ മുൻകൂട്ടി പ്രതിഷേധം നിശ്ചയിച്ചിരുന്നത്. ഒന്ന് ഈ കവാടത്തിന് മുൻവശം, ഒപ്പം തന്നെ ഈ പുറകുവശത്ത് പരീക്ഷാ ഭവന്റെ ആ ഒരു വശത്തും. അവിടെയാണ് ഇന്നലെ ഈ രംഗങ്ങളൊക്കെ തന്നെ, നമ്മൾ ഇന്നലെ രാത്രി കണ്ട രംഗങ്ങളൊക്കെ ഇറങ്ങിയത് ഈ പരീക്ഷാ ഭവന്റെ മുൻവശത്താണ്. അവിടെ ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞിട്ടുമുണ്ട്. ഗവർണറുടെ കോലം കത്തിക്കുകയാണ്. യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലാണ്. CPIയുടെ നാടാണ്, അല്ലെങ്കിൽ CPI വെട്ടിയ നാടാണ് എന്നൊക്കെയാണ് ബാനറിലെ മുദ്രാവാക്യം. പഴയ ദിവാൻ ഭരണകാലത്തിന്റെ ചരിത്രമൊക്കെ ഓർമ്മിപ്പിക്കുന്ന ബാനറുകളിൽ വാചകങ്ങൾ നിരത്തുകയാണ് SFI. കേരളമെമ്പാടുമുള്ള ക്യാമ്പസുകളിൽ സമാനമായി ചാൻസലർ വിരുദ്ധ ബാനറുകൾ SFI ഇന്ന് ഉയർത്തുന്നുണ്ട്. ഒരു ബാനർ ഗവർണർ അഴിപ്പിച്ചതിന് ഇമ്പാക്റ്റാണ് ഇന്നിപ്പോൾ കാണുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കേരളമെമ്പാടുമുള്ള കോളേജുകളിൽ ബാനർ ഉയർത്തുന്ന SFI ഇപ്പോൾ ചാൻസലറുടെ കോലം കത്തിക്കുകയാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ SFI പ്രവർത്തകർ. ഇനിയിപ്പോൾ നോക്കേണ്ടത്, അവിടെ സെമിനാർ നടക്കുന്നത് ഇപ്പോൾ അവിടെ സർവകലാശാലയ്ക്കകത്തുള്ള ഗസ്റ്റ് ഹൗസിൽ മിഠായി തെരുവ് യാത്ര കഴിഞ്ഞ് വന്ന് ഗവർണർ വിശ്രമത്തിലാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ സെമിനാർ ഹാളിലേക്കാണ് ശ്രദ്ധ വേണ്ടതെന്ന് തോന്നുന്നു. അവിടെ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുമോ, അതോ കാര്യങ്ങൾ ശാന്തവും സമാധാനവും പോകുമെന്ന് അറിയില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പെട്ടെന്ന് തിരികെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.